മനാഫിന് അത് കണ്ടാൽ തന്നെ സാധിക്കും. മനാഫിന് കൃത്യമായി എന്നുള്ളതാണ്. അല്ല, ഭാരത് ബെൻസിന്റേതല്ല എന്ന് മനാഫ് പറഞ്ഞിരിക്കുന്നു. ഇത് അർജുന്റേതല്ല, അർജുന്റെ ട്രക്കിന്റേതല്ല, അർജുന്റെ ട്രക്കിന്റെ ഭാഗമല്ല ഉയർത്തിയെടുക്കുന്നത്. ദീപക് മലയമ്മ, അർജുന്റെ ട്രക്കിന്റെ ഭാഗമല്ല ഉയർത്തിയെടുത്തിരിക്കുന്നത്. ഇത് നേരത്തെ കിട്ടിയ ആക്സിലും ടയറും അടങ്ങുന്ന ഭാഗമുള്ള വാഹനത്തിൻ്റെതാകാനുള്ള സാധ്യതയാണ് കൂടുതൽ, അല്ലേ? അതിനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. ആ ലൈലൻഡ് വെഹിക്കിളിൻ്റെ പാർട്ട് പോലെയാണ് നമുക്ക് കണ്ട കാഴ്ചയിൽ തോന്നുന്നത്. ഞാൻ അത്ര കണ്ട് വിദഗ്ധനല്ല, എനിക്ക് അതിൽ കൃത്യതയോടുകൂടി പറയാനും കഴിയില്ല. എങ്കിൽ പോലും കണ്ട മാത്രയിൽ അങ്ങനെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. സ്റ്റിയറിംഗ് പാർട്ട് പ്ലസ് അതിൻ്റെ ക്യാബിനിൻ്റെ പ്ലാറ്റ്ഫോം ഭാഗം, ഇത്രയുമാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അത് കരയിലേക്ക് അടുപ്പിക്കുന്ന നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഇങ്ങനെ 2 ഭാഗങ്ങളാണ് ഇന്നത്തെ ദിവസം കണ്ടെത്തിയിട്ടുള്ളത്. ഈശ്വർ മൽപ്പയുടെ ഡൈവിൽ അത്തരത്തിലുള്ള ലോഹഭാഗങ്ങൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അത്രമേൽ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളേവരും കാത്തിരുന്നത്. ആ കുടുംബം ഇവിടെയുണ്ട്, അർജുൻ്റെ കുടുംബം ഇവിടെയുണ്ട്. അവരും ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് അല്പമെങ്കിലും മങ്ങലേൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ദൗത്യം തുടരുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. 3 ദിവസത്തെ ദൗത്യം എന്നുള്ള നിലയിൽ തന്നെ നാളെയും ഇത്തരത്തിൽ ശ്രമങ്ങൾ തുടരുകയാണെങ്കിൽ എന്തെങ്കിലും ശുഭസൂചകമായി കണ്ടെത്താൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസം മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക്. അതോടൊപ്പം തന്നെ അവിടെ എന്താണ് സംഭവിച്ചത് എന്നതുകൂടി അറിയേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്ന ഒരു ക്യാബിന്റെ പൊട്ടിത്തകർന്ന ഭാഗമാണ്. അത് അർജുന്റെ ട്രക്കിൻ്റെതല്ല, മറ്റൊരു വാഹനത്തിന്റെ ഭാഗം. അത് പൂർണ്ണമായും പൊട്ടിത്തകർന്ന അവസ്ഥയിലാണ്. അതായത് വെള്ളത്തിലേക്ക് നേരിട്ട് പതിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിലാണ് ആ ഭാഗം ഇപ്പോൾ നമുക്ക് ദൃശ്യമാകുന്നത്. അത് ആ വാഹനം എങ്ങനെയാണ് ഇത്രയും പൊട്ടിത്തകർന്ന് പലയിടങ്ങളിലായി കഷണങ്ങൾ പതിച്ചത് എന്നതുകൂടി വ്യക്തമാകണം. നേരത്തെ വലിയ ശബ്ദം കേട്ടു എന്നൊക്കെയാണല്ലോ ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നത്. ബ്ലാസ്റ്റ് ഉണ്ടായി എന്ന തരത്തിലൊക്കെ ചില പ്രതികരണങ്ങൾ പല മേഖലകളിൽ നിന്ന് വന്നിരുന്നത്. എന്നാൽ അതിനെ പൂർണ്ണമായും ജില്ലാ ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MLAയും മറ്റ് ആളുകളുമൊക്കെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്കിപ്പോഴും ഉറപ്പ് നൽകാൻ കഴിയുന്നില്ല. ഔദ്യോഗികമായി അവർ നൽകുന്ന വിശദീകരണങ്ങൾ മാത്രം മനസ്സിലാക്കുക എന്നുള്ള സാഹചര്യമേ നിലനിൽക്കുകയും ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ്. കാരണം വാഹനം ഇങ്ങനെ മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായി ാണെങ്കിൽ അത് ഒരു മേഖലയിലേക്ക് ഒലിച്ചിറങ്ങുകയും അവിടെ വെച്ച് അതിന് മുകളിലേക്ക് മണ്ണും മരങ്ങളും ഒപ്പം തന്നെ കല്ലുമൊക്കെ പതിച്ച് അത് തകരുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതകളാണ് ഉള്ളത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ആ ഒരു പ്ലാറ്റ്ഫോം ഷനിൽ പ്ലാറ്റ്ഫോം പാർട്ട് ഇങ്ങനെ ചിതറിപ്പോവുക, അല്ലെങ്കിൽ അതിൻ്റെ ടയർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇത് നമ്മളതല്ല. ഇത് വാഹനത്തിൻ്റെ സ്റ്റയറിംഗ് കണ്ടിട്ട് ഇത് ലോറിൻ്റെതും ആവാൻ ചാൻസ് ഇല്ല. ചെറിയൊരു സ്റ്റയറിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ആ ലോറിയും മണ്ണിൻ്റെ അടിയിൽ പൊതിഞ്ഞിട്ടാണെന്നാണല്ലോ ഈശ്വർ മൽപ്പെ പറയണത്. അത് മണ്ണിൻ്റെ അടിയിൽ പൊതിഞ്ഞ് കിടക്കുന്ന സാധനത്തിൻ്റെ മുകളിൽ എന്താ പറയുക, കാണുന്ന ഭാഗത്ത് റോപ്പ് ഇട്ടിട്ട് പൊന്തിച്ചപ്പോൾ ആ ടയർ മാത്രം പൊന്തിണ്ടാവും. ഇത് വേറെ ഏതൊരു വാഹന ഇല്ല. സ്റ്റയറിംഗ് എന്തായാലും അത്ര വലിപ്പം കാണില്ല. ഇനി ചില ചെറിയ സ്റ്റയറിംഗ് ഉപയോഗിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമ്മളതല്ല, പ്ലാറ്റ്ഫോം നമ്മളതല്ല. കണ്ടിട്ട് അത് അന്വേഷിക്കേണ്ട വിഷയം. കുറച്ച് ചെറുതായിട്ടാണ് എനിക്ക് ആ സ്റ്റയറിംഗ് കണ്ടത്. നമ്മളതല്ല. അതെ, അതിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നെ കൊണ്ട് പരമാവധി ഒരു ഇതുണ്ട്. അതിന് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളാണ് ശരിക്കും അന്വേഷിക്കേണ്ടത്. ഇവിടെ വാഹനങ്ങൾ ഇനിയുണ്ട്, വാഹനങ്ങളുണ്ട്. ആകെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം ഈശ്വർ മൽപ്പയ്ക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ കിട്ടിയിട്ടുള്ളൂ. ഇനിയും കൂടുതൽ സമയവും സൗകര്യങ്ങളും ആളുകളും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈശ്വർ മൽപ്പൻ്റെ മുകളിൽ ഞാൻ വിശ്വാസമുണ്ട്. ഈ ഈശ്വർ മൽപ്പേനെയാണ് ഇത്രയും ദിവസം ഇവർ ഉൾപ്പെടുത്താതെ നിന്നത്. ഇന്ന് തന്നെ ഈശ്വർ മൽപ്പേനെ എങ്ങനെയാണ് നമ്മളെ സ്വന്തം ഇതിൽ കൂട്ടിക്കൊണ്ടുവന്ന് രാവിലെ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്താക്കുകയാണ്, 6 മണിക്ക് ഈ വെള്ളത്തിൽ ഇറക്കുകയാണ്. ആ മനുഷ്യൻ ഇപ്പോഴും വെള്ളത്തിൻ്റെ അടിയിലുണ്ട്. ആ മനുഷ്യന് അർജുൻ്റെ അമ്മക്ക് കൊടുത്തൊരു വാക്ക് നിറവേറ്റാൻ വേണ്ടി മാത്രം വന്നതാണ്. അതിനുള്ള സൗകര്യം കൂടിയും ഇവിടെ ഉള്ള ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് പലതും കണ്ടെത്താണ്ട്. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും തീരുന്ന പ്രശ്നമല്ല. ഇത് ഇപ്പം കണ്ടെത്തിയ ലോഹഭാഗം നമ്മളതല്ല. അത് വേറെ ഏതൊരു വാഹനത്തിൻ്റെതാണ്. ഗ്യാസ് ടാങ്കറിന് സമാനമായിട്ടുള്ളതാണ്.
കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതൊരു ചെറിയ സ്റ്റയറിംഗ് ആണ്. ഇല്ല അത് ഓർക്ക് ഒരു 800 ഓർക്കൊന്നും അങ്ങനെ സ്കൂട്ടറൊക്കെ അങ്ങനെ മേ ബി ആയിരിക്കാം. എന്തായാലും ഈ ദുരന്തത്തിൽ പോയ കൃത്യമായ ഒരു കണക്ക് ഇപ്പം തന്നതും തമ്മിൽ ഒരിക്കലും മാച്ച് ചെയ്യില്ല. ഇപ്പോൾ ഇവർ പറഞ്ഞത് ഒരു ടാങ്കറും ഒരു മരത്തിൻ്റെ ലോറിയാണ് ഈ വെള്ളത്തിൻ്റെ അടിയിൽ പോയത്. ആ ടാങ്കറിൻ്റെ മുക്കാ ഭാഗവും അവിടെ കയറ്റിയിട്ടിക്കണ്. ജസ്റ്റ് ആ ഒരു ഹെഡ് മാത്രമാണ് കിട്ടാനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം നമുക്ക് എത്ര വാഹനത്തിൻ്റെ പാർട്സുകൾ കിട്ടിയിട്ടുണ്ട്. സാധാരണഗതിയിൽ സ്റ്റിയറിംഗിന്റെ ഭാഗം കണ്ടാൽ ഏത് വാഹനത്തിനാണ് മനസ്സിലാക്കാൻ കഴിയണം. ഇതങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് അല്ല, ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഇപ്പൊ കിട്ടിയ ടയർ മിക്കവാറും ഒരു അശോക് ലൈലൻഡ് വണ്ടിന്റെ ആണ് ആ ടയറും മറ്റുള്ള ഭാഗവും. ആയിരിക്കാം. ടാങ്കറിന് ഇനി എന്തൊക്കെ കിട്ടാണ്ടുള്ളത് അന്വേഷിക്കണം. എന്തായാലും എനിക്ക് ഇതിൽ ദുരൂഹത തോന്നുന്നത്, ഇതുവരെ 4 ഡ്രൈവർമാർ ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. 4 ഡ്രൈവർമാരിൽ ഒരു ഡ്രൈവർ നമ്മളതാണെന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ ബാക്കി 3 ഡ്രൈവർമാർ, ഒരു ടാങ്കർ ലോറിക്ക് 3 ഡ്രൈവർമാർ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ഡ്രൈവർ മാത്രം വെച്ചിട്ടാണ് എല്ലാ ടാങ്കർ ലോറിയും ഓട്ടുന്നത്. അപ്പോൾ ഈ ഡ്രൈവർമാരൊക്കെ എവിടുന്നാണ് മരണപ്പെട്ടത്? ഇവരെ വാഹനങ്ങൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ ഓണർമാരെന്താ ഈ ബൈക്ക് വരാത്തത്? ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ വാഹനങ്ങൾ സുജയ, വലിയ കാര്യങ്ങൾ തന്നെയാണ് മനാഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനാഫിൻ്റെ വാഹനമല്ല എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നു അത് ഏതെങ്കിലും ചെറിയ വാഹനങ്ങളുടേതാകാം എന്നുള്ള അനുമാനമാണ് മനാഫ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇവിടെ ഈ ഡ്രജറിലുള്ള ആളുകളൊക്കെ, പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായൊക്കെയുള്ള ആളുകൾ, MLA ഉൾപ്പെടെയുള്ള ആളുകൾ താഴെ ഭാഗത്തേക്ക് എത്തിയാൽ നമുക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇപ്പോൾ ആ പോർഷൻ, വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് പ്ലസ് അതിൻ്റെ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട ക്യാബിൻ പ്ലാറ്റ്ഫോം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മുകൾ തട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ SDRFൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുകയാണ് ഇപ്പോൾ. അതേസമയം തന്നെ ഡ്രജർ ആ മേഖലയിൽ നിന്ന് ഇനി അല്പസമയത്തിനകം തന്നെ നീക്കും. നമുക്ക് ഈശ്വർ മാൽപ്പയിൽ നിന്നുള്ള പ്രതികരണങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മാൽപ്പെ കണ്ടെത്തിയ കാര്യങ്ങൾ, ഇനി അടിത്തട്ടിൽ അദ്ദേഹം മറ്റെന്തെങ്കിലും കണ്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത അല്പസമയത്തിനകം തന്നെ വരുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നത്. മാൽപ്പയുടെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ യൂണിറ്റ് 27ലേക്ക് എത്തും. ആ പ്രതികരണങ്ങൾ കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇത്രയും സമയം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ അല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചുകൂടി അടുത്തു നിന്ന് ആ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കാണുമ്പോൾ അത് ഒരു ലോറിയുടേതാണ് എന്ന് അനുമാനിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. മനാഫും ആ കാര്യത്തിൽ ആ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇനി മറ്റേതെങ്കിലും വാഹനം ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്ക് കൃത്യത കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ